നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നില്ല ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. അമ്മിക്കുഴവിടത്ര ഉള്ളെങ്കിലും ആള് ജഗജില്ല നഞ്ചന്തിരാ നാനാഴി. അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ മുങ്ങിക്കോ, എങ്ങോട്ടെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നത് എന്തെങ്കിലും വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. നമ്മുടെ പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിന്റെ എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വീഡിയോ സഹിതമാണ്. ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് കണ്ടില്ലല്ലോ. അല്ല, ഇത്ര നേരം നമ്മളിവിടെ നിന്നിട്ട് ഇത് കണ്ടില്ലല്ലോ. QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട്. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവര് നോക്കിയോളൂ. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു, പോലീസ് ബാക്കി ഒന്ന് ശേഖരിച്ചു. ഞാൻ പെട്ടു ഇല്ലേ? ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. ആ വീഡിയോ ആണ് സർവ്വ തെളിവും വെളിക്കൊണ്ടെന്ന് അവരുടെ ഭാഗം കാണിച്ചു കൊടുക്കണം. സ്വാഭാവികമായിട്ടും ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? പണം പോയ ഒരാൾ ചീത്ത വിളിക്കും, ഞാനാണെങ്കിലും വിളിക്കും. ഇവളതിനകത്ത് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. എന്നാ ഒളിവി പോണേനക്കാ